ഇനിയൊരു വ്യത്യസ്തനായ കള്ളന്റെ വാർത്തയാണ്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് പരിചയപ്പെടുത്തുന്ന കള്ളനെ കണ്ടുവരാം. മോഷ്ടിച്ച സ്കൂട്ടർ 27 ദിവസത്തെ ഉപയോഗത്തിന് ശേഷം വീണ്ടും അവിടെ തന്നെ തിരിച്ചേൽപ്പിച്ചു. അതായത് മോഷ്ടിച്ച ഇടത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു ഈ കള്ളൻ. ഇനി ഈ കള്ളന്റെ കഥ കേൾക്കാം. ഈ സ്കൂട്ടർ നോക്കൂ. വടക്കേമണ്ണ HMC ഡെക്കറേഷനിലെ ജീവനക്കാരനായ KP ഷാഫിയുടെ സ്കൂട്ടറാണിത്. തേഞ്ഞു തീരാറായ പഴയ ടയർ ഈയിടെ മാറ്റിയതാണ്. സ്കൂട്ടറിൽ ഫുൾ ടാങ്ക് എണ്ണയുമുണ്ട്. കൗതുകം ഇതൊന്നുമല്ല. കഴിഞ്ഞ 58 ദിവസമായി ഈ സ്കൂട്ടർ ഷാഫിയുടെ കൈവശമില്ലായിരുന്നു. കടയിലുള്ളവരെല്ലാം ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോയ തക്കം നോക്കി കള്ളൻ കൊണ്ടുപോയി. പിന്നെ എങ്ങനെ ഇത് തിരികെ കിട്ടിയെന്ന് ഷാഫി തന്നെ പറയും. കംപ്ലൈൻ്റ് ആയിട്ട് സൈഡ് സ്ക്രാച്ച് കാര്യങ്ങൾ ഒരു സൈഡിലായിട്ട് മറിഞ്ഞിട്ട് നല്ല സ്ക്രാച്ചായി ഒരു സൈഡ് മൊത്തം പെയിൻറ്റിന് സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മാറ്റങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട് ആളെ. മാറ്റങ്ങൾ നല്ല ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് തന്ന മാതിരിയാണ്. ഒരു ടയർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള 2 സംഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ പോയപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോയത്. റിട്ടേൺ വന്നപ്പോൾ ഹെൽമെറ്റ് ഡിക്കിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അറിയില്ല ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും വരാനുണ്ടോ എന്നുള്ളത്. പോലീസിൽ പരാതി നൽകി അവർ CCTV ഒക്കെ പരിശോധിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ കള്ളനെന്തോ തോന്നി. സ്കൂട്ടർ ഉടമയ്ക്ക് മടക്കി കൊടുക്കണം. കഴിഞ്ഞ ദിവസം കട തുറക്കാനെത്തിയപ്പോൾ ബാബു ഞെട്ടി. സ്കൂട്ടർ കടയ്ക്ക് മുന്നിലുണ്ട്. ആ സമയത്ത് ഓൾറെഡി ചാവി അമ്മ ഉണ്ടായിരുന്നു, എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇവിടെ മുന്നിൽ തന്നെ നിർത്തുമ്പോൾ എപ്പോഴും എടുത്ത് വെച്ചോളണം ഉണ്ടാവില്ല. ചില ടൈമിൽ എടുത്ത് വെക്കും. അത് ചിലപ്പോൾ ചാവി ഇതിമത്തന്നെ കണ്ടിന്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചാവി ഇതിമത്തന്നെ വെച്ചിരുന്നു. ആളെ ആ സമയത്ത് ജുമല സമയത്ത് താഴ്ന്ന് നടന്നു വന്നിട്ട് ആൾ വണ്ടിയിൽ ഇരുന്നിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത്. വണ്ടി എടുത്തിട്ട് നേരെ മേലോട്ട് തിരൂർ റോട്ടിന് അങ്ങോട്ടാണ് മേലോട്ടാണ് പോകുന്നത്. രാത്രി 10:30 ഒരു യുവാവ് സ്കൂട്ടർ തിരികെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സ്കൂട്ടർ തിരികെ കിട്ടിയ സ്ഥിതിക്ക് ബാബുവിനിപ്പോൾ പരാതിയുമില്ല. വിക്ടർ യൂഗോയുടെ പാവങ്ങളിലെ നീതിമാനായ മെത്രാനെ പോലെ ബാബു മോഷ്ടാവിനോട് ക്ഷമിച്ചെങ്കിലും പോലീസിന് ആ ദാക്ഷിണ്യമില്ല. എങ്ങനെയും കള്ളനെ കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ വാശി. അതിനായി അന്വേഷണം ഊർജിതവുമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.